ഹായ് മക്കളെ, അനുമോദ് സാറാണ്. എടാ, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു ചെറിയ സമയം കൊണ്ട് പഠിച്ചാലോ? ഓക്കെ, ആ ചാപ്റ്ററിൻ്റെ അകത്ത് ഉള്ള കണ്ടന്റും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിനകത്ത് പറയുന്നത്. മക്കൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ അതേപോലെ തന്നെ കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ RMS ബാച്ചിൻ്റെ 500 രൂപയുടെ ബാച്ചിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ബാച്ച് ഇപ്പം തന്നെ എന്ത് ചെയ്യും, മെൻറ്റർഷിപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ചാപ്റ്ററിൽ എന്തെല്ലാം പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്തെല്ലാം പഠിക്കാനുള്ളത്? ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ഓൾജിബ്രയാണ്. എന്തിൻ്റെ ഓൾജിബ്രയാണ്? an+b എന്ന് പറയുന്ന ഓൾജിബ്ര. ഇതെന്താണ് സാധനം? ഒരു സമാന്തര ശ്രേണിയുടെ ഓൾജിബ്ര എന്ന് പറയുന്നത്, ബീജഗണിത രൂപം എന്ന് പറയുന്നത് എപ്പോഴും xn = dn + f - d എന്ന രീതിക്കാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഉദാഹരണത്തിന് ഒരു 2, 5, 8 എക്സെട്ര എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി അതാണെങ്കിൽ, അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ, ഇവിടെ d എന്ന് പറയുന്നത് 3ഉം f എന്ന് പറയുന്നത് 2ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ xn = നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 3n + 2 - 3 = 3n - 1 എന്ന് പറയുന്ന ഫോം കിട്ടും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ജനറൽ ഫോം എന്ന് പറയുന്നത് എപ്പോഴും an+b ആയിരിക്കും. ജനറൽ ഫോം എന്താണ്? an+b. അതായത് ഏത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും ആൾജിബ്ര മക്കൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു n ഉള്ള ടേമും ഒരു അല്ലാത്തൊരു ടേമും ആയിട്ടാണ് കിട്ടുക. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ മറ്റേലേക്ക് എത്തുമ്പോൾ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, an+b ഫോമിലാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ ആയിരിക്കും. ദാറ്റ് ഈസ് d = a ആയിരിക്കും. അതേപോലെ ഫസ്റ്റ് ടേം കാണാൻ നമ്മളെപ്പോഴും a+b ചെയ്താൽ മതി. ഫസ്റ്റ് ടേം കാണാൻ എപ്പോഴും എന്ത് ചെയ്താൽ മതി? a+b. ഇവിടെ പ്ലസ് ആണെങ്കിൽ a+b, മൈനസ് ആണെങ്കിൽ a-b. ആ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇതാണ് ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം. രണ്ടാമത് എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, അപ്പോൾ കണ്ടോ, 3n + 2 ആണെങ്കിൽ ഇതിൽ നിന്ന് d എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 3 ആയിരിക്കും. f എന്ന് പറഞ്ഞാൽ 3 + 2 എന്ത് കിട്ടി? 5ഉം കിട്ടി. അതേപോലെ 4n - 1 ആണെങ്കിൽ d എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ കൂടെയുള്ള 4ഉം കിട്ടും. f എന്ന് പറഞ്ഞാൽ 4 - 1 എന്ത് കിട്ടി? 3ഉം കിട്ടി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ സീക്വൻസിൻ്റെ ഓൾജിബ്ര എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സീക്വൻസിൻ്റെ ഓൾജിബ്ര എന്താണോ അതേപോലെ നമുക്ക് എന്ത് കാണാം? അതിൻ്റെ തുകയുടെ ബീജഗണിത രൂപം കാണാം. സമ്മിൻ്റെ ഓൾജിബ്ര കാണാം. സമ്മിൻ്റെ ഓൾജിബ്ര കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. അതേപോലെ തന്നെ സമ്മ് കണ്ടെത്താനുള്ള ഇക്വേഷനാണിത്. സമ്മിൻ്റെ ഓൾജിബ്ര എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 3, 7, 11 എക്സെട്ര എന്ന് പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയിലെ d എന്ന് പറഞ്ഞാൽ 4ഉം f എന്ന് പറഞ്ഞാൽ എന്താണ്? 3ഉമാണ്. d 4ഉം f 3ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ കണ്ടോ, Sn = d എന്ന് പറഞ്ഞാൽ 4/2n² + 3 - 4/2n എന്നാണ്. ദാറ്റ് ഈസ് 2n² + 3ൽ നിന്ന് 2 പോയാൽ 1n എന്ന് കിട്ടി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്തിനാണ് ഈ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്കൊരു സമാന്തര ശ്രേണി ആയിരുന്നു. ഇപ്പോൾ 2, 5, 8 നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ. ഇതിൻ്റെ അകത്ത് 20 ടേംസിൻ്റെ സമ്മ് കാണാം, 20 ടേമിൻ്റെ സമ്മ് കാണാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഫസ്റ്റ് ടേം ഇവിടെ ഉണ്ട്, 2 ആണ്. 20ാമത്തെ ടേം നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. x1 + 19d എന്ന് പറഞ്ഞ ഫസ്റ്റ് കാണാം. x1 2 ആണ്. 2 + 19 × d എന്ന് പറഞ്ഞാൽ എന്താ? d എന്ന് പറഞ്ഞാൽ 3 കിട്ടും. ദാറ്റ് ഈസ് 59 കിട്ടി. ഇനി സമ്മ് കാണാൻ നമ്മളെ കയ്യിലേക്കുള്ള ഇക്വേഷൻ Sn = n/2 × x1 + xn എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ എന്താടാ? n എന്ന് പറഞ്ഞാൽ ഇവിടെ 20 ആണ്. അപ്പോൾ 20/2 × 2 + 59 ദാറ്റ് ഈസ് 10 × 61 ദാറ്റ് ഈസ് ഈക്വൽ ടു 610 എന്ന് പറയുന്ന ആൻസർ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ആൻസർ ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാം. 2 സെക്ഷനാണ് പാഠം. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടോ, ദിസ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാം. 4, 7, 10. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ 4ഉം x20 എന്ന് പറഞ്ഞാൽ 4 + 19 × d 4 പ്ലസ്, അപ്പോൾ 19 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
57 57 × 4 എത്ര കിട്ടിയടാ? 61 കിട്ടി. ഓക്കെ, അപ്പോൾ SN is equal to n/2 into x1 plus x20. 20/2 × 4 + 61, ദാറ്റ് ഈസ് 10 × 65, 650 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ടൈപ്പ്, 1 + 2 + 3 എക്സെട്ര + n ആണെങ്കിൽ n × n + 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്, പഠിച്ചു വെക്കുക കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ, എണ്ണൽ സംഖ്യ. ഓക്കെ, അതേപോലെ 1 + 3 + 5 + എക്സെട്ര + n ആ ഫോമാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം, ആദ്യത്തെ n ആണെങ്കിൽ n² ആണ് കേട്ടോ, ഒറ്റ സംഖ്യ ആണെങ്കിൽ n². ഓക്കെ, ഇവിടെ 2n - 1 എന്നുള്ള ഫോമാണ് കേട്ടോ വരിക, n² ആണ് വരിക. ഇരട്ട സംഖ്യ ആണെങ്കിൽ ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ മക്കളെ പറഞ്ഞോ, ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ n² + n ആണ് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എവിടെ പഠിക്കാനുള്ളൂ, നമ്മുടെ 3rd ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ നോക്കേണ്ട കാര്യം സമ്മിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നതാണ്. അവിടുന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയാണ് നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് പഠിക്കുക.